എല്ലാവർക്കും നമസ്കാരം. 26ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. A warm good evening to all guests, delegates and dignitaries and a hearty welcome to the inaugural ceremony of the 26th International Film Festival of Kerala. കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഈ 26ാം പതിപ്പിന് ഇന്ന് തിരിതെളിയുമ്പോൾ ഇനിയുള്ള ഒരാഴ്ചക്കാലം നമ്മുടെ നഗരത്തിൽ കാഴ്ചയുടെ ഒരു ഉത്സവമേളമാണ്. തിരുവനന്തപുരത്തിൻ്റെ 15 തിരശ്ശീലകളിലായി 173 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. 7 days, 15 screens, 173 films. മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ, ലോക സിനിമ എന്നീ വിഭാഗങ്ങളിലായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരുടെ അതിജീവന പോരാട്ടങ്ങളുടെ ദൃശ്യഗാഥകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. It's going to be truly a celebration of cinema as we watch stories of struggles and survival from across the world come alive on our silver screens. മേളയുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. അതിനായി ഞാൻ വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക, മത്സ്യബന്ധന, യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഒപ്പം വേദിയിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, ബഹുമാനപ്പെട്ട മേയർ കുമാരി ആര്യ രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്ത്, KSFDCയുടെ ചെയർമാൻ ശ്രീ ഷാജി N കരുൺ, സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS, IFFKയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ശ്രീമതി ബീന പോൾ, ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ, സെക്രട്ടറി ശ്രീ C അജോയ്. ഈ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IASനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ആദരണീയനായ മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സർ, ആദരണീയനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സർ, ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു സർ, ആദരണീയനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സർ, വേദിയിലെയും സേഴ്സിലെയും മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 26ാമത് അന്താരാഷ്ട്ര കേരള ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് നിശാഗന്ധിയിൽ ഇത്രയും നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഉദ്ഘാടനം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 വർഷം കോവിഡിൻ്റെ പ്രതിസന്ധിക്കിടെയും ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവൽ നമുക്കിതുപോലെ വലിയൊരു സദസ്സിന് മുന്നിൽ ചെയ്യാൻ കഴിയാത്തതിനാൽ 4 റീജിയനിലായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഇപ്രാവശ്യം വീണ്ടും പഴയ പ്രൗഢിയോടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അരങ്ങേറുകയാണ്. ഈ മാസം ഇന്ന് ഉദ്ഘാടന ദിവസം മുതൽ 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ 15 സ്ക്രീനുകളിലായി 173 സിനിമകളാണ് സിനിമാ സ്നേഹികൾക്ക് വേണ്ടി
IFFK അവതരിപ്പിക്കുന്നത്. ഈ സിനിമകളോടൊപ്പം തന്നെ എക്സിബിഷൻസ്, സാംസ്കാരിക പരിപാടികൾ, മറ്റ് അനുബന്ധ പരിപാടികൾ ഇവയെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സംഘടിപ്പിക്കുന്നത്. ഡെലിഗേറ്റ്സിൻ്റെ പങ്കാളിത്തം കൊണ്ട് തന്നെ IFFK വളരെ ഒരു പ്രധാന സ്ഥാനത്താണ്. വ്യത്യസ്ത ഫിലിം ഫെസ്റ്റിവലുമായി താരതമ്യം ചെയ്യുമ്പോഴും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഡെലിഗേറ്റ്സിൻ്റെ പങ്കാളിത്തവും അതുപോലെ തന്നെ ഫിലിംസ്, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫിലിംസ് നമുക്ക് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനും കഴിയുന്നു. ഇന്ന് വീണ്ടും നമ്മൾ ഇവിടെ നിശാഗന്ധിയിൽ 26ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് വേണ്ടി ഒത്തുകൂടുമ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കഴിഞ്ഞ 2 വർഷം കോവിഡിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ട് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഈ കോവിഡിൻ്റെ തരംഗത്തെ അതിജീവിക്കാൻ കേരളത്തിന് കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. സിനിമാ മേഖല വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴും അതിൽ നിന്ന് കരകയറുന്ന ഒരു അവസ്ഥയിലാണ്. എന്നാൽ അതേസമയം തന്നെ മറ്റെല്ലാ വികസന പ്രവർത്തനങ്ങളോടൊപ്പവും സാംസ്കാരിക രംഗത്തിനും സിനിമാ മേഖലയ്ക്കും വേണ്ടി പ്രത്യേക താൽപ്പര്യമെടുത്ത് യോഗം ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും സിനിമാ മേഖലയ്ക്ക് വേണ്ട എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം എടുക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പുതിയ അവാർഡ്, സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് എന്ന് ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു അവാർഡും ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയനായ മത്സ്യബന്ധന, സാംസ്കാരിക, യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറാണ്. സാംസ്കാരിക രംഗത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കോവിഡിൻ്റെ പ്രതിസന്ധി കാലത്ത് പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് വേണ്ടി ഓൺലൈൻ പരിപാടികൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും അതിന് നേതൃത്വം നൽകുകയും അതിലൂടെ കലാകാരന്മാർക്ക് കോവിഡിൻ്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഒരു കൈത്താങ്ങുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഫെസ്റ്റിവലിൻ്റെ ഹാൻഡ് ബുക്ക് റിലീസ് ചെയ്യുന്നത് ആദരണീയനായ പൊതുവിദ്യാഭ്യാസം, തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്ക് ഏറ്റുവാങ്ങുന്നത് ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആൻ്റണി രാജു സാറാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡെയിലി ബുള്ളറ്റിൻ റിലീസ് ചെയ്യുന്നത് ആദരണീയനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിൽ സാറാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനാണ്. മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചലച്ചിത്ര സമീക്ഷയുടെ പ്രത്യേക പതിപ്പ് റിലീസ് ചെയ്യുന്നത് ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് BK പ്രശാന്താണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങുന്നത്, ചലച്ചിത്ര സമീക്ഷ ഏറ്റുവാങ്ങുന്നത് KSFDC ചെയർമാനും പ്രശസ്ത ഫിലിം മേക്കറുമായ ശ്രീ ഷാജിയൻ കരുണാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്ത് ആണ്. അദ്ദേഹമാണ് ചലച്ചിത്ര അക്കാദമിക്ക് നേതൃത്വം നൽകുന്നതും ഈ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് മുഖ്യമായി നേതൃത്വം നൽകിയതും. ചലച്ചിത്ര അക്കാദമിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത ഫിലിം മേക്കർ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. We have with us during the inauguration ceremony Ms. Lisa Callan, the Kurdish filmmaker who lost her legs in a bombing attack. But she is a source of inspiration for all of us
because with sheer determination and passion, she continued to make films with her prosthetic limbs. I expect that she will join us. Fine. So I extend a warm welcome to Ms. Lisa Callan. Similarly, we have a chief guest, Sri Anurag Kashyap, the famous filmmaker. I extend a warm welcome to him as well. Srimati Beena Paul, Artistic Director, 26th International Film Festival of Kerala, jury കുറിച്ച് സംസാരിക്കുന്നു. ശ്രീമതി ബീന പോളിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേം കുമാർ ആശംസ അർപ്പിക്കുന്നു. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം മറ്റ് ജൂറി ചെയർമാൻ, ജൂറി മെമ്പേഴ്സ്, ചലച്ചിത്ര അക്കാദമി GB മെമ്പേഴ്സ്, മീഡിയ മാധ്യമ പ്രവർത്തകർ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡെലിഗേറ്റ്സ്, പ്രിയപ്പെട്ട നാട്ടുകാർ, ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി രേഖപ്പെടുത്തുന്നത് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ C. അജോയിയാണ്. അജോയിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. നന്ദി ശ്രീമതി റാണി ജോർജ്. 26ാമത് IFFKയുടെ ആമുഖ ഭാഷണത്തിനായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമസ്കാരം. കൊടുങ്കാറ്റും പേമാരിയും പോലെയാണ് കോവിഡ് ഭൂമിയെ ഗ്രസിച്ചത്. ഇപ്പോഴത് ഒരു ചാറ്റൽമയുടെ രൂപത്തിലേക്ക് മാറിയെങ്കിലും ഭീഷണി പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് 26ാമത് IFFK നടത്താൻ സർക്കാർ ചലച്ചിത്ര അക്കാദമിക്ക് അനുമതി നൽകിയത്. എല്ലാവിധ ദുരിതങ്ങൾക്കിടയിലും കലയ്ക്കും സംസ്കാരത്തിനും സർക്കാർ നൽകുന്ന മുൻഗണന നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. 2018 പ്രളയം വന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോഴും ഡെലിഗേറ്റ് ഫീ ഇരട്ടിയായി ഉയർത്തി മേള നടത്താൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 4 ഇടങ്ങളിലായി മേള നടത്താൻ സർക്കാർ ചലച്ചിത്ര അക്കാദമിക്ക് അനുവാദം തന്നു. പ്രളയം തകർത്ത മനസ്സുകൾക്കും കോവിഡ് ബാധിച്ച ശരീരങ്ങൾക്കും കലയിലൂടെയുള്ള അതിജീവനം സാധ്യമാണെന്ന് കാട്ടിക്കൊടുക്കാനുള്ള ശ്രമമാണ് സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും ചെയ്യുന്നത്. ദുരിതകാലങ്ങളിൽ കലയ്ക്കും സംസ്കാരത്തിനും വേണ്ടിയുള്ള ധനവിനിയോഗങ്ങൾ ഒരിക്കലും പാഴ്ചെലവാകില്ലെന്ന് ഉറപ്പുള്ള ഒരു സർക്കാരാണിത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. തിയേറ്ററുകളിൽ മുഴുവൻ സീറ്റുകളിലും പ്രവേശനം അനുവദിച്ചതോടെ വർദ്ധിച്ച പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് എല്ലാം തികഞ്ഞ മേളയായി ഇത് മാറുകയാണ്. കോവിഡ് സാഹചര്യത്തിലും 26ാമത് IFFK നടത്താൻ അനുമതി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിക്കുന്നു. ഈ ഉദ്ഘാടന ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് 4 അതിഥികളാണ്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി കുർദിഷ് സംവിധായിക ലിസ ചലാനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ ആദരിക്കുന്നു. 2015 തുർക്കിയിൽ നടന്ന ബോംബാക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടമായിട്ടും നിർഭയം ചലച്ചിത്ര പ്രവർത്തനം തുടരുന്ന പോരാട്ടത്തിൻ്റെ പെൺപ്രതീകമായ ലിസ ചലാനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Miss Lisa Chalan, a living example of the brutality of terrorism, who has become her loss through creativity, onto the dais. അടുത്തത് ഇന്നത്തെ ഉദ്ഘാടന ചിത്രമായ റഹാനയിലെ നായിക
അസ്മരി ഹക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നും. It's my privilege to invite Ms. Asmari Haq, the lead actress of the opening film Rahana, onto the dais, please. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കാൻ ഫെസ്റ്റിവലിൽ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം നേടിയ നടിയാണിത്. ഇനി ക്ഷണിക്കാനുള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രി ഭാവന ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോരാട്ടത്തിൻ്റെ മറ്റൊരു പെൺ പ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഭാവനയ്ക്ക് പൂക്കൾ നൽകുന്നത് KSFD ചെയർമാനും വിഖ്യാത ചലച്ചിത്രകാരനുമായ ഷാജി എൻ കരുണാണ്. ഈ ചടങ്ങിലെ മുഖ്യാതിഥി പ്രമുഖ സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ ശ്രീ അനുരാഗ് കശ്യപാണ്. ഗാങ്സ് ഓഫ് വസീപൂർ, ദേവ്ഡി തുടങ്ങി നിരവധി സിനിമകളിലൂടെയും വെബ് സീരീസുകളുടെയും ഇന്ത്യൻ സിനിമയെ പ്രമേയം കൊണ്ടും ദൃശ്യപരിചരണം കൊണ്ടും നവീകരിച്ച അനുരാഗ് കാശ്യപിനെ അഭിമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. It's a great honor to welcome the chief guest of this ceremony, Sri Anurag Kashyap, the game changer of Hindi cinema, onto the dais. What a stunning reception for our guests on stage. Thank you, Trivandrum, for that. പ്രിയപ്പെട്ടവരെ, 26ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള തിരികൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാനും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നൽകുന്നതിനും കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, will light the lamp and inaugurate the 26th edition of International Film Festival of Kerala now. പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി 26ാമത് IFFKയുടെ ഉദ്ഘാടന നിമിഷം.
പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വളരെ ചുരുക്കി പറയേണ്ട ഒരു വേദിയാണ് എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഈ രീതിയിൽ നിറഞ്ഞ സദസ്സിൽ ഈ വർഷം നടത്താനാകുന്നതിൽ സന്തോഷിക്കുന്നവരാണ് നാം എല്ലാവരും. ഇവിടെ പറഞ്ഞു 173 ചലച്ചിത്രങ്ങൾ ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. കോവിഡ് അതിജീവനത്തിൻ്റേതായ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതങ്ങളുടെ ഉയർച്ചകളും താഴ്ചകളും മനുഷ്യ മനസ്സിൻ്റെ സന്തോഷവും സന്താപവും മാനവ സമൂഹത്തിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം പ്രമേയമാക്കിയിട്ടുള്ള വിവിധ ചലച്ചിത്രങ്ങളായിരിക്കും അവയെല്ലാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യകലകളിൽ ഏറ്റവും ജനകീയമാണ് സിനിമകൾ. നിരവധി പുറങ്ങളും അധ്യായങ്ങളുമുള്ള പുസ്തകങ്ങളിലെ ഉള്ളടക്കം വരെ 1-2 മണിക്കൂറുകൾ കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയും. സങ്കീർണവും ബൃഹത്തുമായ ആശയങ്ങളെ വളരെ എളുപ്പത്തിൽ മനുഷ്യ മനസ്സുകളിലേക്ക് പകർന്നു നൽകാനും സിനിമകൾക്കാവും. ആ നിലക്ക് സാമൂഹ്യ പരിവർത്തനത്തിനും പുരോഗതിക്കുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന സവിശേഷമായ മാധ്യമമാണ് സിനിമ. ഇവിടെ നാം എല്ലാവരും ഒരു വ്യക്തി കടന്നു വരുമ്പോൾ വലിയ തോതിൽ സന്തോഷിക്കുകയുണ്ടായി. പ്രതിലോമ ശക്തികളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന കുർദിഷ് സംവിധായിക നിസ ചലാൻ. IS തീവ്രവാദികളുടെ ബോംബാക്രമണത്തിൽ അവരുടെ 2 കാലുകളും നഷ്ടപ്പെട്ടു. അവരുടെ സർഗസൃഷ്ടികൾ ശില്പജാതിയുടെ മാത്രമല്ല അതിജീവനത്തിൻ്റെ കൂടി ഉദാഹരണങ്ങളാണ്. നീതിക്കായുള്ള ചെറുത്തുനിൽപ്പുകളെ ആയുധം കൊണ്ട് നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് അവരുടെ ജീവിതം പകർന്നു നൽകിയത്. സിനിമയെ സാമൂഹ്യ പരിവർത്തനത്തിനും പുരോഗതിക്കുമായി ഉപയോഗിക്കാം എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. തൻ്റെ സിനിമകളിലൂടെ ഭരണാധികാര ഭീകരതയ്ക്കും വംശീയ വിവേചനത്തിനുമെതിരെ പ്രതികരിച്ച നിസ ചലാൻ സിനിമയെന്ന മാധ്യമത്തെ പുരോഗമനപരമായി
ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരത്തിന് ഏറ്റവും അർഹയാണ് അവർ. അവരെ ആദരിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. ലിംഗസമത്വം ഉറപ്പുവരുത്തുന്ന സമൂഹം സൃഷ്ടിക്കാൻ നടത്തപ്പെടുന്ന ഇടപെടലുകൾക്ക് ഊർജം പകരുന്നതുകൂടിയാണ് ഈ അംഗീകാരം. ഈ മേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഒരു വനിതയാണ്. വനിതാ സംവിധായകർക്ക് ചലച്ചിത്ര നിർമ്മാണത്തിന് നൽകുന്ന ധനസഹായം പ്രയോജനപ്പെടുത്തിയാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്ത് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന വനിതകളോടൊപ്പം സർക്കാർ ഉണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തുന്ന മനുഷ്യജീവിതങ്ങളുടെ പോരാട്ടങ്ങളും അതിജീവനങ്ങളും ഇതിൽ പങ്കാളികളാവുന്ന എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നന്ദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അടുത്തതായി സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡിൻ്റെ സമർപ്പണ ചടങ്ങാണ്. പുരസ്കാരത്തിൻ്റെ തുക സ്പോൺസർ ചെയ്ത സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിനെ കൂടി ഈ വേദിയിലേക്ക് ഈ നിമിഷത്തിൽ സാദരം സ്വാഗതം ചെയ്യുന്നു. I request Honorable Chief Minister to present the Spirit of Cinema Award to the Turkish filmmaker, the symbol of fight, resistance and survival, Ms. Lisa Çalan. I invite Ms. Lisa Çalan to deliver the acceptance speech. بسلاو و حرمت جوارا از پر ریک دور هاتم لی از وکی خوشک برای خود بینم چه خواست وک عدنگاریم جودیا دور بجی چیرو کاما وکی هوا. Hello everyone. I came a long way to here. My story is also long, but now I can see we have same story. I can get I have good feeling now because of your high energy and thank you. از ابچکی بکلا جنبم جبوی ببارینن لی ادخوازم چند پی ببیجم. I am so excited. Forgive me for that. And but I have some words. Please let me. I want to speak. اجزاروکاتی آخوا به سینما را علاقه دار بوم. تنه من دخواست ببم سینماگر و فیلم شکر. I have been interested cinematography since childhood. All I want to do was filmmaking and being a director. ده 5 حزیران دا 2015 دا لآمده لمتینگ HDP تقینک چه بو. همان دمه
تقین لنافچه سوریجه و باجار آنقره جی پکات. پشت تقینه من دولنگی خوش سر چوگه هندا کرن. به صدام ایش پسکرک و تداوی دست بکرن. داوی آوان ایش و پسکرک و تداویان نهات. لما از مجبور مام من پروژه خونه سینمای تعلق کرن. پشت 7 سالات تداوی از رابم سرخو و مشیام. On June 5th in 2015, I lost both of my legs as a result of a bomb attack carried out by ISIS targeting an election rally held by the People's Democratic Party in Ahmed. Similar attacks were also carried out in town of Suruc and in city of Ankara. I survived, but because of my injuries, I had to suspend my cinema-related projects. It took me several years to start walking again. I have gone through complex surgeries, some of which were mistaken or unnecessary, over the course of 7 years. آنها از به هیجانم و انرژیم نازیده لسروان پروژهان هیم. از نها ببی انرژی و هیجان لبرم. But now I am fully recovered and full of energy, and I am trying to share this energy with you all today. برخوادان جنین کرد اف 40 سالن هیجی پتانسیالا شورشگریه جنه وکی مجارا بنگه هینا سیاسی لدجی بابک سالاری بشافتن کرکرنا زایندی و تو نکرنه ده پارزه جنین کرد دوی برخوادان دا خوژنو و آوا کرن برخوادان جنه کرد کل روژا با رولکی گرینگ دانه لسر ملین خو و لدجی بارباریا دایشه و گویری مانیفستو اکی نو که او مانیفستو ایرو الهام داده همو دنیاه. The great resistance of Kurdish women has been grown over the last 40 years. We consider the revolutionary potential of women as the founding political subject. We stand against patriarchy, assimilation, femicide, and every kind of gender-based violence. The resistance of Kurdish women who played a founding role in Rojava against ISIS barbarism has turned into a new manifesto that inspires the whole world. Kurdish women have built themselves up as a revolutionary subject. از لسر آخا خدیم مزوپوتامیا هاتم دنیای. از جنکی کردم کو ولات من هاتی پرچه کرن، زمان من هاتی قدخه کرن، و لسر آخی هرتم شهر تندوی زخت هیه. I was born in the ancient land of Mesopotamia. I am Kurdish woman whose countries has been fragmented, my language has been banned, my homeland has been the site of consist, war, violence and oppression for my entire life. تبی وان تشتا دیسازی از عاشق سینمای هنری و آزادیه من. اف یک تنه نجبو من جبو همو گله من گرینگه. But even grow up with this environment, I grew to love cinema, art and freedom. These things are very important, not only to me, but on my whole nation. از لسر ناوی خو لسر ناوی همو جنین کرد و گشان بحرمت و بحسکرن سلاو دکم. I greet you all with respect and love. I greet you behalf all Kurdish women. Leyla Kasım, Sakine Cansız, Seve Pakize Fatma, Arin Mirhan, hatta Rosa Rusenberg, Simona Bahua, Xuşken Mirabelan Clara Zetkin, Jidayken Plaza de Maya, Jida hatta Dayken Şemiye, ev hemû jinên berxwedar li dijî bavik salarî her cure îstismarê kedê û her cure tundiyê şer kirin. Ez rêhevalên me bi rizdarî bibîrtînim, bîranînên we ji bo huner û sînemaya me wekî îlham in. Leyla Kasım, Sakine Cansız, Arin Mirhan, Seve Pakize Fatma, Simone de Beauvoir, Rosa Luxemburg, Mirabel Sister, Clara Zetkin, Plaza de Mayo, the Saturday Martyrs. All of these women stood against the patriarchy. They fought against all kinds of violence and exploitation, against war and
excess of militarism. I would like to honor the memory of our comrades who continue to inspire our art and cinema. Ez pir şadim, pir kêfxweşim ku ez li vir im bi wera me. Ji ber ezimandina we û mêvanperweriya we ya bê hempe ez ji dil spasiyên xwe dikim. Tu her hebî Kerala, tu her hebî Kerala. I would like to state that I am very honored to be here. I want to thank you for your kind invitation to share my story with you. I also want to thank for your unmatched hospitality. Long life Kerala, long life Kerala. Êşên pir giran hatin serê me û serê min. Lê min carekî ji dev berxwedanê berneda. Her tim li ser zimanê min û di hunera min da aştî, şanazî evîn hebûn. Karl Marx dibêje ku mirovê bi piskirêkên ku karibe safî bike dadikeve. Lê ji bo piskirêkên ku mirovahî nikare safî bike sînema heye, huner heye. Em dizanin ku sînema û huner ji me re behsa mimkûnbûna dunyayekî din dike. Our nation has been struggling and going through unbearable pain, constant violence and war for 40 years. I as a representative of Kurdish women, I have never stopped resisting the system. I have always kept peace, honor, and love in the heart of my heart. Karl Marx said that we humans only put before ourselves the problems we can solve. To this, I will add that for the problems we cannot solve, there is a cinema. All the art, but especially cinema, show us that another world is possible. If we can learn things through a different lens, to look at world through a new frame. Ez sînemayê wekî amûrekî vegotine şoreşî dinirxînim. Pêdiviya me zêdetir bi yekîtî, hevgirtin, tor û festîvalan navnetevî hene ku em li vir werin cem hev. Bi hemû tevgerê muhalîf re bi diyalogê li ser îmkanên sînemayê polîtîk bifikirin. Biaxivin û lê bipirsin. Erê zaf pêdiviya me heye vî yekê re. Ji ber ku sînema huner e, lê her sînema ne huner e. Divê hunera sînema provokatîf be. Ez ji bo hakîkatê bi sînemayê hunerê tekoşînê didim. Li hemberê hemû tune hesibandina li ser gelê min tenê çeka min sînemayê. I see cinema as a revolutionary means of expression. We need more international unions, network, solidarity, and festival, where we will come together and question the possibilities of making political cinema in dialogue, with all opposition movements. Because cinema is art, but not every cinema is art. The art of cinema should be provocative. I am fighting for the truth with art and cinema. In the face of all the forces that seek to forget and ignore my people, I fight back with film. Em ji kîjan nasnameyê etnîkî, çandî, olî, zayendî bin jî em xeyala dunyayekî bêçîn, bêmetînger û bê îstismar dikin. Em xeyala xwe bi fedayî li ber bayê diçînin. Em li dûvî dibin tofan, em ji bo wî bi agirî tê ceribandin. Many of us come here today from different ethnic, cultural, religious, or sexual backgrounds. But we share a dream of world without class exploitation. We have already made sacrifice for that dream and been tested in fire, but we have passed through the fire and our sacrifices are like seed, sown in the wind, whose harvest will begin soon and continue for generations. Niha dema avakirina xeyalê me ye, dema avakirina perspektîfa azad e. Em dizanin ku wekî her car hunermend cara ewil heqîqetê bi lêv dike. Rola me hunermend ev e ku em çîrokên hundabûyê çanda ku hatî metandin ji dunyayê re vebêjin.
آشتیا مطلق یا کو پیوستی دنیای په هي تنه ام به هنر دکارم بگینن گلان لما قاسی کو ام شیروگ شیریگن چیروکن خونه ام مجبورم ببن شیریگن چیروکن خوشک براین لکرالا لکردستان لحمو دنیای جی لوی گردون ام حمو گریدای هبن دوی ام جبو آزادی خو هفدو آزاد بکن. Now we are in process of making our dream come true, adjusting our frames to see new free world. We know that now, as always, the artists must be the first ones to speak the truth. It is our role as artists to tell the world about the lost story, exploited culture, the ongoing violence that so many people would prefer to ignore. Only art can reach the people and give birth to radical peace that world needs. For this rebirth, for this new peace, we must all become partners, sharing in stories of our sisters and brothers in Kerala, in Kurdistan, and all over the world. For our stories cannot be separated from one another, they are interconnected in this universe. In order to be liberated ourselves, we must liberate one another. از خلاتك ولاي من ديتيه دخوازم دياريه همو شهيدو برندارن قتلياما پنج حزيرانه سروجه و انقره بكم سپاستكم جبوي كرالا سپاستكم جبوي و I would like to dedicate this award to all of murder and survivors of the June massacre, Suruç massacre, and Ankara massacre. Thank you so much. Thank you so much, Kerala. Thank you so much. Long life, Kerala. Thank you, Ms. Lisa. Your words and your presence both inspire us to no end. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, എൻ്റെ സഹപ്രവർത്തകരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ ആൻ്റണി രാജു, ശ്രീ ജി ആർ അനിൽ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി റാണി ജോർജ് IAS, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്ത്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോവിഡ് മഹാമാരിയുടെ ഭീഷണി വിട്ടൊഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്ന ഒരവസ്ഥയിലാണ് 26ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിനോടകം 10,000-ഓളം ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞു. ഇത് വലിയൊരു ആഹ്ലാദത്തിൻ്റെ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. 2019 ഡിസംബർ 24 നടന്ന 24ാമത് മേളയ്ക്ക് ശേഷം പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ എണ്ണം കൊണ്ടും ഈ വേദി കൊണ്ടും ഇവിടെ എത്തിച്ചേർന്ന 10,000-കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഏറ്റവും എല്ലാം തികഞ്ഞ മേളകളിൽ ഒരു മേളയായി ഈ മേള മാറുന്നു എന്നത് അഭിമാനത്തോടെ പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ചലച്ചിത്ര അക്കാദമിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ മേളയുടെ മറ്റൊരു പ്രത്യേകത വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം
കൂടുതൽ വരുത്തിയെന്നതാണ്. വിദ്യാർത്ഥി വിഭാഗത്തിന് മുൻ വർഷങ്ങൾ 1500 പാസുകളാണ് അനുവദിച്ചത്. എന്നാൽ ഈ തവണ അത് ഇരട്ടിയാക്കി 3000 പാസുകൾ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരു മേളയാണ് ഈ മേള. അതിൻ്റെ കാരണം എല്ലാ മേളകളും ഏറ്റെടുക്കുന്നത് വിദ്യാർത്ഥികളാണ്. അവരിൽ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് അവരുടെ സാന്നിധ്യം അനിവാര്യമാണ്. മെച്ചപ്പെട്ട പങ്കാളിത്തം ഉറപ്പുവരുത്തുമ്പോൾ സിനിമാ രംഗത്തേക്ക് കൂടുതൽ വിദ്യാർത്ഥികളുടെ കടന്നുവരവിന് ഉറപ്പുവരുത്തുക എന്നതും ഈ മേളയുടെ ഭാഗമാണ്. മാർച്ച് 18 ഇന്ന് മുതൽ 25 വരെ 8 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 173 സിനിമകൾ പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 86 സിനിമകളാണ് ഈ പ്രദർശനത്തിലുള്ളത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും കലിഡോസ്കോപ്പ് വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. ജി അരവിന്ദൻ്റെ കമ്മാട്ടി എന്ന ചിത്രത്തിന് രജിസ്ട്രേഷൻ ചെയ്ത പതിപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ പ്രദർശനമാണ് ഈ മേളയിൽ നടക്കുന്നത്. 15 തിയേറ്ററുകളായി നടക്കുന്ന ഈ അന്താരാഷ്ട്ര ഫിലിം ഉത്സവത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ചില മഹത് വ്യക്തികളെ നമ്മൾ ഓർക്കാൻ ഒരു അവസരമായി മേളയെ മാറ്റുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നെടുമുടി വേണു, KPSC ലളിത ചേച്ചി, ബുദ്ധദേവദാസ് ഗുപ്ത, KS സേതുമാധവൻ, ഡെന്നീസ് ജോസഫ്, P ബാലചന്ദ്രൻ, ദിലീപ് കുമാർ, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്നീ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഹോമേജ് വിഭാഗവും ഈ മേളയിൽ ഉൾപ്പെടുത്തിയെന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നെടുമുടി വേണു, P ബാലചന്ദ്രൻ, ബുദ്ധദേവദാസ് ഗുപ്ത, ഫോട്ടോഗ്രാഫർ ശിവൻ എന്നിവരെക്കുറിച്ച് ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച ശ്രദ്ധാഞ്ജലി പുസ്തകങ്ങൾ ഈ മേളയിൽ പ്രകാശനം ചെയ്യുന്നു എന്നതും ഈ മേളയുടെ പ്രത്യേകതയാണ്. 2 വർഷമായി കോവിഡ് മഹാമാരി കലാകാരന്മാരുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കലയെയും കലാകാരന്മാരെയും അവരുടെ ജീവിതത്തെയും തീർച്ചയായിട്ടും ചേർത്തു പിടിച്ച ഒരു ഗവൺമെൻറ്റാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരെ സഹായിക്കാൻ നിരവധിയായ പദ്ധതികൾ ഈ കാലയളവിൽ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കലയും കലാകാരന്മാരുടെ ജീവിതത്തെ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന നിലയിൽ രാജ്യത്തിൻ്റെ മതേതരത്വവും ഫെഡറൽ സംവിധാനവും ജനാധിപത്യവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കേവർക്കുമുണ്ട്. പുരോഗമനപരമായ ചിന്തകൾ സാംസ്കാരിക മേഖല ഉയർത്തിക്കൊണ്ടുവരുവാനും ജാതിബോധവും അന്ധവിശ്വാസവും അനാചാരങ്ങളുമൊക്കെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കാനും കഴിയുന്ന മേളയായി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മാറും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ കലാപരമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രാദേശിക ഭാഷ സിനിമ മലയാളമാണെന്ന് ആത്മാർത്ഥമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. ആ അടിസ്ഥാനത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന മലയാള സിനിമയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ഗവൺമെൻറ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ബഡ്ജറ്റിൽ ഒരു പുതിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 10 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വെച്ചു ഒരു സിനിമ അക്കാദമി കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലോക സിനിമയെപ്പറ്റിയും ഇന്ത്യൻ സിനിമയെപ്പറ്റിയും നമ്മുടെ തന്നെ പഴയ സിനിമകളെപ്പറ്റി എല്ലാം പഠിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം ഉണ്ടാകാൻ പോകുന്നു എന്നത് സന്തോഷകരമാണ്. കേരളത്തിലെ ചിത്രാഞ്ജലി ഏറ്റവും മനോഹരമായ ഒരു ഷൂട്ടിംഗ് കേന്ദ്രമായി ഉയർത്തുന്നതിന് 150 കോടി രൂപ അനുവദിക്കുകയും അതിൽ 80 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷകരമായ കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കേരളത്തിലെ സിനിമാ രംഗത്തിന് ആവശ്യമായ തിയേറ്റർ സംവിധാനം. ഈ കഴിഞ്ഞ ദിവസം 12 കോടി രൂപ ചെലവിൽ നമ്മുടെ തിരുവനന്തപുരത്ത് 3 തിയേറ്ററുകൾ നവീകരിച്ച് അത് നമ്മുടെ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള സിനിമാ തിയേറ്ററുകൾ ഉൾപ്പെടെ പുതിയതായി വരുന്നത് ചേർത്താൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചുൾപ്പെടെ 27 തിയേറ്ററുകൾ, അത് 11 ഇപ്പോൾ ഉള്ളത്, ബാക്കി തിയേറ്ററുകളുടെ നിർമ്മാണം നടന്നു വരികയാണ്. അങ്ങനെ 27 തിയേറ്ററുകൾ കേരളത്തിൽ ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകുകയും ഈ ഗവൺമെൻറ് കാലത്ത്
ഒരു 50 തിയേറ്ററുകളെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിനിമാ രംഗത്തേക്ക് വരുന്ന നവാഗതരായ ആളുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അവർക്ക് ഒരിക്കലും ഒരു സിനിമ എടുക്കാൻ കഴിയില്ല, അവർക്ക് സംവിധാനം ചെയ്യാൻ കഴിയില്ല. അത്തരം 2 ആളുകളെ കണ്ടെത്തി ഒരാൾക്ക് 1.5 കോടി രൂപ മുതൽ മുടക്കി 3 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന സന്തോഷകരമായ കാര്യവും പറയാൻ ആഗ്രഹിക്കുക. ഈ വേദി എന്ന് പറയുന്നത് നമ്മുടെ വനിതകളെ പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, വലിയ പ്രാധാന്യമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് പിണറായി വിജയൻ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വനിതാ രംഗത്ത് മിടുക്കരായ സംവിധായകരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരാൾക്ക് 1.5 കോടി രൂപ വീതം 3 കോടി രൂപ ചെലവഴിച്ച് 2 വനിതകളെ തിരഞ്ഞെടുത്ത് സിനിമാ നിർമ്മാണം ആരംഭിച്ചു എന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 6 കോടി രൂപ ഈ മേഖലയിൽ ഇപ്പം മുടക്കി. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഈ ഇൻഡസ്ട്രി ഒരുപാട് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടുന്ന ഇൻഡസ്ട്രിയാണ്. പ്രിയപ്പെട്ട ഭാവന, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നിങ്ങൾ കേരളത്തിൻ്റെ റോൾ മോഡലാണ് എന്ന അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. ഈ ഗവൺമെൻറ്, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണ്. അത് ഞാൻ പറയാൻ കാര്യം, സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് കർശനമായ നിലപാട് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല നിയമം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്താൻ ഗവൺമെൻറ് പോകുന്നു എന്ന കാര്യം കൂടി പ്രത്യേകം ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Nandi, Sri Saji Cherian. And now it's my pleasure to invite our chief guest, whose strikingly gritty style of filmmaking has captured all our hearts, presenting Sri Anurag Kashyap. Hello. Thank you. It's very overwhelming for me to see so much love. I was not prepared for this. I came dressed up for the festival. I did not come dressed up for the stage. And thank you so much, Bina, for inviting me. Thank you so much, all of you. The entire IFFK committee, thank you so much. We've been trying to make it work for the last 3-4 years. I think the timing never matched, so I could not come here. My closest collaborators are from Kerala. My partners in crime, my friends. In a time like in India, I make movies in Hindi, and where we are distorting our history, Kerala is actually chronicling the times we live in with their cinema. So it's so great to be here. And today, I think the best of Indian cinema is coming from God's own country. And it's so inspiring that not just the experimenting with the art form where they should in the mainstream as well. So, and it's so rooted, and you get a sense of time and place and everything when you watch the films, which I don't find in my own Hindi films anymore. So it's so amazing to be here, and thank you so much for inviting. I don't know, I'm not very good at speeches, but it's so amazing to see Lisa. You inspire us so much. There's so much courage. I hope I can find that courage to go and fight and make the films I want to make. And congratulations to the state for always standing up to the bullies. Thank you so much. Thank you, sir, for those generous words about Kerala and our film industry. അടുത്തതായി 26ാമത് IFK-യിലെ ജൂറി അംഗങ്ങളെയും അതുപോലെ പാക്കേജുകളെയും പരിചയപ്പെടുത്തുന്നതിനായി മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ശ്രീമതി ബീന പോളിനെ സാദരം ക്ഷണിക്കുന്നു.
Good evening, everybody. Honorable Minister, friends, it's so fantastic to be here. I would just like to say one thing, that for the first time on the IFFK stage, we have 4 strong women. And after yesterday's judgment, we have arrived. All the women of Kerala should know that we are now very much a part of the film industry. We are very much going to tell our stories. So it's a lovely feeling, I must say, because there has been a time when I must confess that people were wondering if there were any women in Kerala, because there's to be nobody at the film festival. So it's really fantastic. Of course, unfortunately, this festival is being held under the clouds of war. There is only suffering in war. There is nothing that is, nobody's going to win. We are not taking any sides, but it's really a sad time. And I think we have to remember that there are a lot of people suffering. And when Lisa spoke, we think about all the suffering in the world that is happening because of man-made reasons. It is actually almost strange that we had already thought of this theme as a kind of theme for the festival, the whole idea of conflict. Conflict does not only mean territorial conflict, it also means conflict against attitudes, against people. So we have a series of films on conflict. We have a wonderful selection in world cinema. Honorable Minister has already told you about the great bouquet of films that is going to be here. We also have the restored version of Kumati, which is another great film from here, and that has been restored by the Martin Scorsese Foundation and Shivendra Dungapur's Film Foundation. We're really looking forward to that. We have lost over the last year some very, very dear people from Malayalam and other cinema. Venu Chetan, we have a tribute to Venu Chetan. We have Lalita Chechi. We have, we had already planned some of these things, and it is rather unfortunate that it did happen that way, but you will see them. They will come alive for us in the next few days. We have on the international jury, unfortunately, because of all the crises, not only the pandemic, but various other crises that are happening, we have not been able to bring our juries over here. They will be watching the films online. They have already begun watching the films. We have Jacques Comet from France. We have Mania Akbari from Iran. We have Roya Sadat from Afghanistan, who ran away from Afghanistan during the war and now is living in America. Shozo Ichiyama, who's the director of the Tokyo Filmex, and Girish Kasravali, a well-known director from Karnataka, who is the chairman of the jury. We have a Fipresky jury, Ashok Rane, Jihane Bugrene, and Viera Langarova. We have the NetPack jury, and we have the FFSI K.R. Mohanan Endowment Jury with Amrit Gangar, Rekha Deshpande, and Sunny Joseph, who is here. We really hope the next few days are exciting. It is so good to be together again, to have talks, to chat. Anurag is taking a master class, and I think he will talk more about his films rather than give a speech. So that will be also something to look forward to. Liza will be in conversation. So you will get to know everybody who is here and have 8 days of excitement. Thank you all for being here. Thank you for, I'd also like to say thank you to Kamal sir, because also we had started a lot of the planning while he was also the chairman, and it's been the most wonderful journey for the 26th IFFK. Thank you. Thank you, ma'am. അടുത്തതായി ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്കിൻ്റെ പ്രകാശനമാണ്. പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവാണ്. ഇരുവരെയും ആ ചടങ്ങിനായി സാദരം ക്ഷണിക്കുന്നു.
26ാമത് IFFKയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ഫെസ്റ്റിവൽ ഹാൻഡ്ബുക്കിന്റെ പ്രകാശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ആദ്യം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, 26ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആന്റണി രാജുവിനെ സാദരം ക്ഷണിക്കുന്നു. ആശംസകൾ. അടുത്തതായി ഡെയിലി ബുള്ളറ്റിന്റെ പ്രകാശനമാണ്. ബുള്ളറ്റിൻ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് GR അനിലിനെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ കുമാരി ആര്യ രാജേന്ദ്രനെയും സാദരം ക്ഷണിക്കുന്നു. IFFKയുടെ ഓരോ ദിവസവും അന്നത്തെ പ്രധാന സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബുള്ളറ്റിൻ നമ്മൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ ബുള്ളറ്റിന്റെ പ്രകാശനം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് GR അനിലിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സുഹൃത്തുക്കളെ, ഈ 26ാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് എല്ലാ ആശംസകളും നേരുകയാണ്. അടുത്തതായി തിരുവനന്തപുരത്തിന്റെ ബഹുമാനപ്പെട്ട മേയർ കുമാരി ആര്യ രാജേന്ദ്രനെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമാണിത്. നഗരത്തിലേക്ക് എത്തിയ എല്ലാവരെയും, ഇവിടെ മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിഥികളെ ഹൃദയപൂർവ്വം നഗരസഭ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. IFFKക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ചലച്ചിത്ര അക്കാദമിയുടെ മുഖമാസികയായ സമീക്ഷയുടെ ഫെസ്റ്റിവൽ പതിപ്പിന്റെ പ്രകാശനമാണ്. പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ സാദരം ക്ഷണിക്കുന്നു. അതുപോലെ ഏറ്റുവാങ്ങുന്നത് KSFDCയുടെ ചെയർമാൻ ശ്രീ ഷാജി N കരുൺ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ മുഖമാസികയാണ് ചലച്ചിത്ര സമീക്ഷ. അതിന്റെ ഫെസ്റ്റിവൽ പതിപ്പിന്റെ പ്രകാശനം. ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ക്ഷണിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി KSFDCയുടെ ചെയർമാൻ ശ്രീ ഷാജി N കരുണിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സിനിമ എന്ന് പറയുന്നത് കലയുടെ ഒത്തുചേരലാണ്. ഒരുപാട് കലകൾ ഒത്തുചേരുന്നതാണ് സിനിമ. അതുപോലെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന കലയാണ് സിനിമ. അതിൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ അനുമോദനങ്ങളും ഈ ഫിലിം ഫെസ്റ്റിവലിന് ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി സർ. ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു എന്നറിയാം. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഭാവനയെ നമ്മളോട് സംസാരിക്കാം.
എല്ലാവർക്കും നമസ്കാരം. 26 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നെ ഇവിടെ ക്ഷണിച്ച രഞ്ജിത്ത് സാറിനും ബീന ചേച്ചിക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ലിസയെ പോലെ എല്ലാ ഓഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you, Bhavana, for your inspiring presence here today. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാറിനെ സാദരം ക്ഷണിക്കുന്നു. ഇരുപത്തിയാറാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി, വേദിയിലിരിക്കുന്ന മറ്റ് ആദരണീയരായ മന്ത്രിമാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളുണ്ട്, ഗുരുജനങ്ങളുണ്ട്, പ്രിയമുള്ളവരെ, ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ അടിസ്ഥാന ഭാവം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സിനിമ ലോകത്തെവിടെയുമുള്ള ഏതു മനുഷ്യനുമായും സംവദിക്കാൻ ശക്തമാണ്. സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒരു വിശ്വഭാഷയാണ്. ആ ഭാഷ മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതാണ്. അത് ലോകത്തെ ഒന്നിപ്പിക്കുന്നതാണ്. ഓരോ മനുഷ്യനിലും അവനിലൊരു സാഹോദര്യത്തിൻ്റെ ഭാവം ഉണർത്തുന്നതാണ് ആ ഭാഷ. അത് ഓരോ വ്യക്തിക്കും താനൊരു വിശ്വ പൗരനാണ് എന്ന ബോധം ഉളവാക്കുന്നതാണ്. അത് മനുഷ്യനെയും ലോകത്തെയും മുഴുവൻ ഒന്നിപ്പിക്കുന്നതാണ്. ഈ കലയും സിനിമകളുമൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ തന്നെയാണ് പ്രധാനം. മനുഷ്യനാവുക തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ലോകം മുഴുവൻ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ ഓർത്തുകൊണ്ട്, അതിജീവനത്തിനായി പോരാടുന്നവരെ ഓർത്തുകൊണ്ട്, അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഓരോ സിനിമയും അത് കാണുന്ന പ്രേക്ഷകന് അതെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഒരു തീവ്രമായ അനുഭവമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം ഈ മേളയാകെ ഒരു ഹൃദ്യമായ അനുഭവമായി മാറട്ടെ എന്ന് ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി കൂടി ആശംസിച്ചുകൊണ്ട്, ലോകം മാറുകയാണ്. കോവിഡ് മഹാമാരി മാറുന്നു. ഈ മാസ്കുകളും സാനിറ്റൈസറും സാമൂഹ്യ അകലവും ഒന്നുമില്ലാതെ നമുക്കൊന്നിച്ചൊറ്റക്കെട്ടായി മുന്നേറാകുന്ന ഒരു നല്ല കാലം വരുന്നു. ലോകം കൂടുതൽ മനോഹരമാവും. നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവുമുള്ള ഏറ്റവും മനോഹരമായ ഒരു ലോകം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ പ്രേംകുമാർ. 26ാമത് IFKയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി ശ്രീ C. അജോയിയെ ക്ഷണിക്കുന്നു. ഒരു നീണ്ട നിശബ്ദതയ്ക്കു ശേഷം ഒരു മഹാസമുദ്രത്തിൻ്റെ തിരമാലകൾ പോലെ തിരുവനന്തപുരം ഇളകിമറിഞ്ഞ ഒരു സായാഹ്നത്തിൽ കേരളത്തിൻ്റെ അചഞ്ചലമായ സാംസ്കാരിക നിലപാട് വീണ്ടും ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ച ഒരു വൈകുന്നേരത്ത് ഈ ലോകമെമ്പാടും പൊരുതി നിൽക്കുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞ ഈ സായാഹ്നത്തിൽ ഇവിടെ ഒഴുകിയെത്തിയ മനുഷ്യരോട് ഉള്ള നന്ദി വാക്കുകളിൽ പറഞ്ഞു തീർക്കാനാകില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം പറയുന്നു. ഉദ്ഘാടന ചടങ്ങിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി 26ാമത് IFKയുടെ ഉദ്ഘാടന ചിത്രത്തിൻ്റെ പ്രദർശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനേക്കായി നമുക്ക് കാത്തിരിക്കാം. ഏതാനും നിമിഷങ്ങളുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് വേദിയിൽ ചെയ്യാനുണ്ട്. അതിനുശേഷം ഉദ്ഘാടന ചലച്ചിത്രം നമുക്ക്